ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ആരാണ് കപ്പ് തൂക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. സോ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റാം ആരാണ് എന്നുള്ളത്. ബിക്കോസ് ഈ സീസണിൽ അമ്മാതിരി പി ആറിൻ്റെ കളികളായിരുന്നു. ഫസ്റ്റ് തൊട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അനുമോൾക്ക് ഓൾറെഡി പി ആർ ഉണ്ട്. അത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പി ആറാണ്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ പി ആർ അനീഷിനുണ്ടായിരുന്നു. അതും ഭയങ്കര സ്ട്രോങ്ങസ്റ്റാണ്. അതേപോലെ തന്നെ അക്ബറിന് പി ആർ ഉണ്ട്. അതിൻ്റെ ഒരുപാട് തെളിവുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം അതും ഒരു സ്ട്രോങ്ങസ്റ്റ് പി ആറാണ്. ഇതിലൊന്നും പെടാത്ത ആളാണ് ഷാനവാസ്. ഷാനവാസിന് പി ആർ ഉണ്ടെന്ന് മറ്റുള്ള ആൾക്കാർ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുവരെ എവിടെയും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ലക്ഷം രൂപ എന്ന് പറഞ്ഞ് എക്സ്പോസ്ഡ് ആയിട്ടില്ല. പി ആർ ചെയ്യുന്ന ആൾക്കാരെ എന്താ പറയുക, ഇതുവരെ വീഡിയോസിൽ എക്സ്പോസ്ഡ് ആയിട്ടില്ല. അങ്ങ് ഷാനവാസിന് പി ആർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നേ മറ്റുള്ള പി ആർ ചകഞ്ഞു പോയി ആളിനെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചേനെ. അപ്പം ഈ സീസൺ എന്ന് പറയുന്ന പി ആറുകളുടെ വിജയമുള്ളൊരു സീസണാണ്. അല്ലാതെ ബിഗ് ബോസിൻ്റെ ഷോ കണ്ടിട്ടോ ഉള്ള സാധാരണക്കാരുടെയോ ജെനുവിനായിട്ടുള്ളൊരു ഫീഡ്ബാക്കോ ഒന്നുമല്ല, പി ആറുകളുടെ സീസണായിരുന്നു. ഇനി ഷാനവാസിക്ക ജയിക്കുവോ ഇല്ലയോ എന്നുള്ളത്, അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയ ഒരു ആളാണ് ഷാനവാസിക്ക. നെവിനും ഇല്ലായിരുന്നു എന്നാണ് കേൾക്കുന്നത്. നെവിന് ആർമിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു പി ആർ, ഒരു പൈസ കൊടുത്തിട്ടുള്ള പി ആർ ഇല്ല എന്നാണ് അറിഞ്ഞത്. അപ്പം ഇവർ രണ്ടുപേരും ടോപ്പ് 5 വന്നുവെങ്കിൽ, എന്താ പറയുക, പി ആർ ഇല്ലാതെ തന്നെ ടോപ്പ് 5 ഷാനവാസിക്ക വന്നുവെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാൻ ബേസ് പുള്ളിക്കാരനുള്ളത് കൊണ്ടാണ്. മലപ്പുറംകാരാണ് കൂടുതലും വോട്ട് ചെയ്യുന്നതെന്നൊരിതുണ്ട്. അല്ല, കോട്ടയംകാർ, പത്തനംതിട്ട, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ആളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ജെനുവിനായിട്ടുള്ള ആൾക്കാർ. അപ്പം ആ ആൾക്കാരുടെ വോട്ട്സാണ് ഷാനവാസിക്കൊക്കെ കിട്ടുന്നത്. തെറ്റുകൾ പറ്റാറുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുമുണ്ട്, അത് തിരുത്തിയിട്ടുണ്ട്, എല്ലാം ഷാനവാസിക്ക ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും പ്രാർത്ഥിക്കാമെന്ന് പറ്റുന്നതെന്ന് വെച്ചാൽ, ഈവൻ ദോ ഷാനവാസിക്കയ്ക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഞാൻ വിൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫസ്റ്റ് തന്നെ കിട്ടട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ, അതായത് പി ആർ ഉള്ള കുറച്ച് ജനങ്ങളുണ്ടല്ലോ, അത് പൈസയ്ക്ക് വേണ്ടി അവരുടെ വോട്ട് അങ്ങോട്ട് കൊടുത്തു. അതല്ലാത്ത സാധാരണ ജനങ്ങളുടെ മനസ്സിൽ ഷാനവാസിക്ക് ഒരു സ്ഥാനം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഇനി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബിക്കോസ് അമ്മാതിരി ഹെൽത്ത് ഇഷ്യൂസ്, അമ്മാതിരി മാനസികമായ കാര്യങ്ങളൊക്കെ ശാരീരികമായൊക്കെ പ്രശ്നങ്ങളൊരാൾ, എന്താ പറയുക, ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശാരീരികമായ പ്രശ്നം വന്നപ്പോഴും നമ്മൾ എന്ന് വെച്ചാൽ ഷാനവാസിക്ക് സ്നേഹിക്കുന്നവരാവട്ടെ, ഇൻ കേസ് പി ആർ വെച്ച് തീർക്കുന്നവരായിക്കോട്ടെ, ലൈവിൽ ഷാനവാസിക്ക് ഇല്ലാഞ്ഞപ്പോൾ ആ ഒരു ലൈവ് കാണാൻ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റല്ലേ? കമൻറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു സീൻ എങ്ങനെയായിരുന്നു, ഷാനവാസിക്കോ ഇല്ലാഞ്ഞ 2 ദിവസത്തെ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ബീങ് ബാങ്കിൽ ഇങ്ങനെ വേര് മുളയ്ക്കാനിരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ടായിരുന്നു. അപ്പം ഷാനവാസിക്കയുടേതായിട്ടുള്ളൊരു ജെനുവിനിറ്റി ഷാനവാസിക്ക കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമോഷൻസ് ആവട്ടെ എല്ലാം. അപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് കാർഡ്സ് ഇറക്കിയതാണ്, മെഡിസിൻ കാർഡ് ഇറക്കിയതാണ്. ഷാനവാസിക്ക ഒരിക്കലും എന്താ പറയുക, ക്യാമറയുടെ ഫ്രണ്ടിൽ പോയി നിന്നു മെഡിസിൻ കുടിക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഷാനവാസിക്ക പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആരും കാണാതെ പോയിരുന്നായിരുന്നു, എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാണ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഷാനവാസിക്കനെ തകർക്കാനായിട്ട് ഒരുപാട് പി ആറുകൾ പുറത്തുണ്ടായിരുന്നു. എല്ലാവരുടെയും പി ആറുകൾ കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ഷാനവാസിക്കയാണ്. അതായത് അനീഷിൻ്റെ പി ആർ ആവട്ടെ, അനുമോളുടെ പി ആർ ആവട്ടെ, അക്ബറിൻ്റെ പി ആർ ആവട്ടെ, എന്ത് പറഞ്ഞാലും അക്ബർ. അപ്പം നമ്മളിപ്പോൾ അറിഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഷാനവാസിക്ക 4th പൊസിഷനിലാണ് എന്നാണ് നമ്മൾ അറിഞ്ഞു വരുന്നത്. അപ്പം 1, 2, 3, അപ്പം അക്ബർ 3rd പൊസിഷനിൽ വന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷെ അല്ല, നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഫുൾ ഒരു ഊഹാപോഹങ്ങളാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഷാനവാസിക്ക ടോപ്പ് 3 എങ്കിലും വരാൻ നമ്മൾ ഇനിയും പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഓൾറെഡി വോട്ടിംഗ് അവസാനിച്ചു. ഇനി ഷാനവാസിക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് ഷാനവാസിക്കെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു. ഇനി ഞാൻ കൂടുതൽ വേറെ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഒപ്പീനിയൻസ്, ഇതുപോലത്തെ റിയാക്ഷൻസ് കാര്യങ്ങളുമൊക്കെ. അപ്പോൾ എന്നെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ ഷാനവാസിക്കെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്നും എനിക്ക് വീഡിയോസ് ഇടാം. ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. എനിക്ക് വീഡിയോ ഇടാൻ ഉണ്ടായിരുന്നു, ഡ്യൂട്ടിയൊക്കെ ആയത് കാരണം എനിക്ക് പറ്റിയില്ല. സോ
അപ്പോൾ നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ഇനി ഷാനവാസിക്കയുടെ ഫ്യൂച്ചറൊക്കെ നല്ല രീതിയിൽ പോകാനും പുള്ളിക്കാരൻ നല്ല രീതിയിൽ വിജയിച്ച് കാണാനും പുതിയ പുതിയ നേട്ടങ്ങളുണ്ടാവാനും ആളുടെ എന്താ പറയുക വീടിൻ്റെ പണി പെട്ടെന്ന് തന്നെ തീരാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സീസണിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ്, അതായത് പുള്ളിക്കാരൻ വന്നാൽ അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇനി ഒരു ഫിലിമിനാവട്ടെ എല്ലാത്തിനും ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഷാനവാസ് ഖാനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരുപാട് പേര് എൻ്റെ കമൻറ്റിൽ വന്നിട്ട് പല പല നെഗറ്റീവ് കമൻസും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്കെല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഷാനവാസിക്ക ജയിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ PR ഇല്ലാത്തത് കൊണ്ട് മാത്രം ചിലപ്പോൾ മുന്നിലെത്താൻ പറ്റാത്ത ഒരു കണ്ടസ്റ്റൻ്റായിട്ട് മാറുമായിരിക്കും ഷാനവാസിക്ക. എനിവേ ഷാനവാസിക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാം. പുള്ളിക്കാരൻ്റെ എല്ലാ കാര്യങ്ങളും എന്താ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഭയങ്കരമായിട്ട് മാറാനും ഒക്കെ. അപ്പോൾ എല്ലാവരും എന്താ പറയുക ഷാനവാസിക്കനെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഹാർട്ടിൻ്റെ ഇഷ്യൂ വന്നപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് ഫുൾ PRകളുടെ കളികളാണ്. എനിവേ ഇനിയെങ്കിലും ഒരു സീസണിൽ PR ഇല്ലാതെ നമുക്ക് ജയിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം. എനിവേ നമുക്കിനിയും ഷാനവാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനിവേ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഓൾസോ. ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് എന്നെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിവേ താങ്ക്സ് ടു ഓൾ ദ മെമ്പേഴ്സ് ഹു സപ്പോർട്ട് ഷാനവാസിക്കാനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.